ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നേരെ നമ്മുടെ ബ്ലോക്സിറ്റ് IO നമ്മുടെ മൾട്ടിപ്ലെയർ സെർവറായിട്ട് വന്നേക്കുവാണ്. അന്ന് നമ്മൾ ഇവിടെ നിന്ന് പോയായിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് തിരിച്ച് വന്നേക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോട്ട് 900 സബ്സ്ക്രൈബ്സ് എല്ലാവരും മറക്കാതെ അടിച്ചു പൊട്ടിക്കുക. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വേറെ ഗെയിമിലേക്ക് കിടന്നിട്ടുണ്ട്. എവിടെയും ആട് കരയുന്ന ഒച്ച കേൾക്കാനുണ്ട്. ഇത് നമ്മുടെ അറസ് പ്രൈം ഒക്കെ ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. ഇത് ഞാൻ കൊണ്ടുവന്നായിരുന്നു. ബാക്കിയെല്ലാം അറസ് പ്രൈം സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഉള്ളിൽ എൻജാൻമെന്റ് ടേബിൾ ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതാ ഇവിടെ ആയിട്ട് അവൻ 2 ബാനർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡോർ പോലെ തോന്നുന്നത്. അപ്പൊ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബുക്ക് ഷെൽഫ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇവിടെ കുറച്ച് തുരന്ന് വെച്ചേക്കുവാണ്. നമുക്ക് ഇന്ന് ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവനും എല്ലാരും വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യാം ഗൈസ്. എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് വന്നിട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ. നമ്മുടെ എലൈറ്റർ ക്ലാസ്സിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായി. ആൻഡ് നമുക്ക് ഇന്ന് എന്തേലും ഒരു പണി ചെയ്യണം. നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മളിൽ കുറെ ബ്ലോക്സ് ഉണ്ട്, സ്റ്റോൺ ബ്ലോക്സ്. കാരണം ഞാനും അറസ് പ്രൈമും കൂടിയിട്ട് നമ്മൾ മൈൻ ചെയ്യാൻ പോയായിരുന്നു. ഇങ്ങോട്ടെങ്ങാണ്ടാണ് നമ്മൾ പോയത്. ആൻഡ് അവിടെ നിന്ന് കുറെ സ്റ്റോൺ കിട്ടിയത്. നമുക്ക് ഇതൊന്നും അല്ല, ഇതിലും കൂടുതലുണ്ട്. കണ്ടോ ഗൈസ്, വേറൊരു സ്റ്റാക്ക് ഉണ്ട് നമ്മുടെ കയ്യില്. ആൻഡ് ഇത്രയും സ്റ്റോൺ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായി. ആൻഡ് അപ്പോ അതൊക്കെ വെച്ചിട്ട് വലിയ ഉപകാരം ഇല്ലാതെ അവിടെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തേലും ഒരു നല്ല ബിൽഡ് ഇവിടെ കൊണ്ടുവരണം ഗൈസ്. അപ്പൊ എന്ത് ബിൽഡാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാൻ നിൽക്കാറുണ്ട്. നമുക്കൊരു ഫാം തുടങ്ങിയാലോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ട്. അതായത് മൃഗത്തിന്റെ ഫാം അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഫാം ചെയ്താലോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നല്ലേ ഈ ഒരു ഏരിയയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ഫാം സെറ്റ് ആക്കണം. നല്ല ഫാം അല്ലെങ്കിൽ അങ്ങനെ എന്തേലൊക്കെ നമുക്ക് ഇന്ന് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് പിന്നെ മൂൺ സ്റ്റോൺ വേണം. മൂൺ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് മൂൺ സ്റ്റോൺ ചെസ്റ്റ് വേണം, മൂൺ സ്റ്റോൺ പിക്കാക്സും ആക്സും, പിന്നെ കുറച്ച് മൂൺ സ്റ്റോൺ പ്രൊട്ടക്ടർ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ച് സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് പണി അല്ലെ, ഫാം ചെയ്യാം നമുക്ക്. പിന്നുള്ള പരിപാടി എന്താണ് ഞാൻ ചെയ്യാൻ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ഞാൻ കളയട്ടെ. ഓക്കെ, ആൻഡ് നമ്മൾ നേരതാ ഇവിടുത്തെ ഗ്രാസ് ഒക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതൊരു പെർഫെക്റ്റ് ഏരിയ ആക്കി എടുക്കാം. ഈ ഒരു സെറ്റ് മാത്രം നമുക്ക് പൊളിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഇപ്പൊ എന്താ ഞാൻ ഏത് മോഡലിൽ എനിക്ക് ചെയ്യണം എന്നൊരിത് കിട്ടണില്ല. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം എന്തായാലും. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് സീഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് പംകിൻ ഉണ്ട്. പംകിൻ വെച്ചിട്ട് നമുക്ക് സീഡ് വേണം. അപ്പൊ നമുക്ക് നോക്കാം സീഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സീഡ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുമോ? പംകിനുണ്ട്, പംകിന്റെ സീഡില്ല. ഇതിലാണോ? ഇത് പംകിനാ? ഓക്കെ, നമുക്ക് പംകിൻ സീഡ് കിട്ടിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ആൻഡ് നമ്മുടെ ഗിയർ ഗ്രാഡേഴ്സിന്റെ അത്യാവശ്യം ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കൃഷി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ആൻഡ് നമ്മൾ കല്ലെന്തിനും എടുത്ത് അതെ, എന്താണേലും നമ്മൾ ഇവിടെ ഐശ്വര്യമായിട്ട് 1 2 3 ഓക്കെ, ഫസ്റ്റത്തെ വിത്ത് നമ്മൾ നട്ടു കൊടുത്തു. ഈ 3 വിത്ത് നമ്മൾ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് വിത്തുകള് പിന്നെ ബിൽഡിങ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനുള്ള പരിപാടി നമുക്ക് നോക്കണം. അപ്പൊ നിങ്ങളെ ഞാൻ ഇതൊക്കെ കാണിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതാ ഞാൻ നമ്മുടെ അയേൺ ഹെൽമെറ്റ്, പിന്നെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ മറ്റേ കയ്യിലിടുന്ന അയേണിന്റെ, പിന്നെ കാലില് ഗോൾഡിന്റെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഓക്കെ, മൈൻഡ് ചെയ്തിട്ട്. അയ്യോ, നമുക്ക് ഇവിടെ നിന്ന് വിത്തായിരുന്നു നമുക്കിപ്പോ എവിടെ നിന്നാണ് കിട്ടുക എനിക്കറിയാം. നമ്മളെ കോട്ടൺ ഇല്ലേ, കോട്ടൺ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അതായിരിക്കും നല്ലത് ഐ തിങ്ക്. ഓക്കെ, ആൻഡ് കോട്ടൺ ഇങ്ങോട്ട് മാറ്റുന്നതായിരിക്കും പിന്നെ നല്ലത്. അതാകുമ്പോ അവിടെ ഇതാകുമ്പോ വീടിന്റെ അടുത്താണ് നമ്മുടെ ആ ഒരു ബേസിന്റെ അടുത്തായിട്ട് വരെ നമുക്ക് സംഭവങ്ങളെല്ലാം എടുക്കാൻ ഒരു ഇതുണ്ടാവും. ഓക്കെ, ഇതില് പിന്നെ ആ ഒരു ലൈറ്റിംഗ് ഇല്ലേ, ലൈറ്റിംഗ് ഉണ്ടെന്നില്ല കേസ്. നമ്മളെ ആ ഒരു കളറ് ടോർച്ച് വെച്ചിട്ട്
അത് വന്നോണ്ട് നല്ല രസമുണ്ട്. നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് ചിലപ്പം. എൻ്റെ അതവിടെ ഓക്കെ. നമ്മുടെ വിത്ത് കെട്ടി ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് ഒരു ഇത്ര ഇരുന്നോട്ടെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇത് എത്രയാണ്? 1 2 3 4 5 6 7 7 ആയിരത്തിൻ്റെ കാര്യം ഇരുന്നോട്ടെ. ഓക്കെ. നമ്മളിവിടെ ഓൾമോസ്റ്റ് നല്ല ഏരിയകളിലായിട്ട് നമ്മുടെ വിത്ത് മറ്റേ കോട്ടൺ കോട്ടന്റെ വിത്തുകൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി അതിൽ നിന്ന് നമുക്ക് പംകിൻ കിട്ടുമ്പോൾ നമുക്ക് അതെടുത്ത് നടാമല്ലോ കേസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ആൻഡ് ഇവിടെ എന്തൊക്കെയോ അത് ഞാൻ ജസ്റ്റ് ചെയ്താണ്. ഇന്നത്തെ കണ്ടന്റ് അതൊന്നും അല്ല. നമുക്ക് എന്തേലും ഒക്കെ ഒരു പണി ചെയ്യണം ഇന്ന്. ഓക്കെ. ആൻഡ് ഇവിടെ ലാവയുണ്ട്. ലാവ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മാഗ്മ ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, കംപ്രസ്ഡ്. നല്ലത് തന്നെ. നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പണിയണം. നമുക്കൊരു സ്റ്റോറേജിന്റെ ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ബിൽഡിംഗ് പണിയാം നോക്കിയിട്ട് നമ്മുടെ BMW Master 5 കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇടും. ഓക്കെ. ഇവിടെ നമ്മുടെ ടോർച്ചൊക്കെ വെച്ചവങ്കിൽ ഇല്ലാടി ആക്കിയിട്ടുണ്ട്. ഈ റെഡ് ടോർച്ച് വെച്ചപ്പോഴുള്ള ഭംഗിയുണ്ട്. നല്ല രസമില്ലേ? എനിക്ക് ആ റെഡ് ടോർച്ച് വെച്ചിട്ട് നല്ല ഇഷ്ടമായി. ഇതാ നല്ല വൈബായി. ആൻഡ് ഇതിന്റെ കറക്റ്റ് സെന്റർ കണ്ടുപിടിച്ചായിരുന്നു എനിക്കൊരു പണിയായിരുന്നു. പിന്നെ അവൻ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ കുറച്ച് റൂമൊക്കെ ആക്കി, ഇവിടെ കുറച്ച് റൂമൊക്കെ പണിത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് മേലേക്ക് പോവാം. ആൻഡ് ഇത് എൻ്റെ എറസ് ഗിയർ. ഓക്കെ. ഓക്കെ. അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലോക്സ് അല്ല ബെഡ്സ്. നമുക്ക് എന്ത് പരിപാടിയാണ് ചെയ്യാൻ? ഞാൻ ചുമ്മാ കയറി പോലായി പോകും ഇന്നത്തെ വീഡിയോ. എന്ത് ചെയ്യും? പറയൂ. അത് എന്തൊക്കെ ചെയ്യാന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എൻ്റെ ആർമറൊക്കെ ഇവിടെ ഊരി വെക്കട്ടെ. നമുക്കേ മൈൻ ചെയ്യാൻ പോകുമ്പോൾ ആർമർ എടുത്താൽ മതി. അല്ലാതെ നമ്മുടെ ആർമറിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആർമർ ഇവിടെ ആയിട്ട് ഊരി വെച്ചേക്കാം. ഫസ്റ്റ് പംകിൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇതിനി ഇങ്ങനെ ഇടുക. എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ ഇതിൽ ചെല്ലുക, സീഡാക്കുക. 1 2 3 3 കിട്ടൂല്ലേ? 3 നൈസ്. എന്റെ പംകിൻ സീഡ് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വാവ്, വി ബ്രോട്ട് എ കൃഷി ഹിയർ. ഓക്കെ. നമുക്ക് എങ്ങോട്ടാ? എൻ്റെ അടുത്തൊരു ബ്രോ എന്തോ പറഞ്ഞായിരുന്നു. അക്കോർഡിന്റെ എഡിറ്റോ ഷോർട്സിൽ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. എഡിറ്റൊക്കെ നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ടായി. താങ്ക് യു. പിന്നെ ഏതോ ഒരു സംഭവം കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. എന്തായിരുന്നു ഞാൻ മറന്നുപോയി കേസ്. ഓക്കെ. എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിം പറഞ്ഞാൽ നമ്മൾ കളിക്കായിരിക്കില്ല. ഏതാണെങ്കിലും നമ്മൾ നന്നായിട്ട് കളിക്കും. ബട്ട് കമ്പ്യൂട്ടറിലുള്ളതാണെങ്കിൽ ചിലപ്പോഴേ പറ്റൂ. കമ്പ്യൂട്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ കളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാനിപ്പോ ഈ മല കയറുന്നത് എന്തിനാ? അതുപോലെ എനിക്കറിയണ്ട. ഞാൻ ചുമ്മാ നിങ്ങളുടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കയറി പോവാണ്. ഞാൻ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാം. ചെറിയൊരു ഐഡിയ കിട്ടിയ പോലെ എനിക്ക് തോന്നി. അതായത് നമുക്ക് എന്തേലും ഒരു ടവർ പോലെ ബിൽഡ് ചെയ്യണം. ലൈറ്റ് ഹൗസ് പോലെ എന്തെങ്കിലും ബിൽഡ് ചെയ്താ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്യാം കേസ്. ഓക്കെ. ലൈറ്റ് ഹൗസ് ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്താലോ? ഇവിടെ കറക്റ്റ് ഇവിടെ ആയിട്ട് ബിൽഡ് ചെയ്യാം ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോൺ വെച്ചിട്ട് പണിയാലേ. വേറെ ബ്ലോക്ക് ഒന്നും ഇല്ല നമ്മുടെ കയ്യില്. സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഹൗസ് പണിയാൻ പോവാണ്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. നമുക്ക് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ബേസ് പണിയാം കേസ്. ഓക്കെ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു 5 ബ്ലോക്കാണ് കേസ് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ഇത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക്. ഒന്ന് ഇനി 5 1 2 3 5 ഇനി 1 2 3. അയ്യോ പണിപാളി. നമുക്ക് ഇച്ചിരി ഗ്രാസ് വേണം. ഗ്രാസ് ബ്ലോക്ക്. ഓക്കെ. നമ്മൾ കുറച്ചധികം വേണോ? കുറച്ചധികം വേണ്ടി വരും ചിലപ്പം. ഇവിടെ കുറച്ച് ഗ്രാസ് ബ്ലോക്സ് നമ്മൾ കളക്ട് ചെയ്തു. ഇനി അത് എടുത്ത് നമ്മൾ ഇവിടെ ആയിട്ട്
ഈ ഒരു അളവില് ഇതിങ്ങനെ വെച്ചെടുക്കാം. 1 2 3 4 5 ഓക്കെ 6 7 ഓക്കെ. ആൻഡ് നമുക്കിനി ഇവിടെ ഒരു ലെയർ പണിയണം. ഓക്കെ, ഇനി ഇവിടെ നിന്നും 1 2 3 4 5 1 2 ഓക്കെ. ഇതായിരിക്കും നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ബേസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇത് നമുക്ക് മേലോട്ട് കെട്ടിപ്പോക്കും. നമ്മുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റ് വേണം. ആൻഡ് ഇത് കുറെ നേരം എടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ സമയം 11:17 കഴിച്ചു. നമുക്ക് നല്ല ഹൈറ്റിൽ പോയിട്ട് എത്ര നേരം ഞാൻ വർക്ക് ചെയ്തു തന്നു. ഓക്കെ, ആൻഡ് ഇതാ നമ്മള് ഇത്രയും നമ്മുടെ സംഭവം പൊക്കി പണിതിട്ടുണ്ട്. നമ്മുടെ 999 ബ്ലോക്ക് ഉണ്ടായിരുന്ന സംഭവം ഇപ്പൊ 436 ബ്ലോക്സ് ആയിട്ടുണ്ട് ഒരു സ്റ്റാക്ക്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോക്സിന്റെ പുറത്തേക്ക് നമുക്ക് മറ്റേ ലോഗോ ഉണ്ട്. അതിന്റെ ഈ കാണുന്ന ഈ കാണുന്ന അണ്ണാച്ചിനെ വെച്ചോണ്ട് ഒരു പണിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ലൈനുള്ള ലോഗ് ഇപ്പത്തേക്കില്ല, നമുക്കത് എടുക്കണം. ആൻഡ് ഇത് ഐ തിങ്ക് ഫസ്റ്റ് പാർട്ട് ആയിരിക്കും ഇതിന്റെ എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ ഫുള്ള് കാണിക്കത്തില്ലായിരിക്കും. ഇതൊന്നും തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ശുഭം നമുക്ക് നമ്മുടെ ഡോർ ഇവിടെ വെക്കാം. ഡോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഓക്കെ, നമ്മള് ഇവിടെ ഇങ്ങനെ ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലത്തെ ബ്ലോക്കും സ്റ്റോൺ ആക്കണം. ഈ മണ്ണ് മാറ്റിയിട്ട് ഞാൻ ഇന്നത് ഫുള്ള് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറച്ച് ഇന്ന് കാണിക്കത്തുള്ളൂ, പിന്നീട് ഞാൻ കുറെ കാണിക്കുന്നത്. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇതൊന്ന് ക്ലീൻ അപ്പ്. ഓക്കെ, നമ്മുടെ സ്റ്റോൺ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോയിലേക്ക് ഷെയർ സഭ നമ്മൾ റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ അടിച്ചു പൊട്ടിക്കണേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്ന പറഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ. അപ്പോ ബൈ ബൈ.